ഡൽഹിയിൽ കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിന് കൊടിയേറി ജനം TV സംഘടിപ്പിക്കുന്ന ജനോത്സവം 2026 അരങ്ങ് ഉണരുകയാണ്. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടി ശോഭനയും സംഘവും അവതരിപ്പിക്കുന്ന കലാവിരുന്നും ഉണ്ടാകും. ജയറാമും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളവും പരിപാടിയുടെ മാറ്റുകൂട്ടും. എസ് നന്ദഗോപൻ വിവരങ്ങളുമായി ചേരുകയാണ്. നന്ദൻ, എപ്പോഴാണ് ഈ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നടൻ മോഹൻലാൽ നിർവഹിക്കുന്നത്? ഗൗതം, വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ കലാവിരുന്നിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ നിർവഹിക്കുക. അതിന് മുന്നോടിയായി തന്നെ ഇതിൻ്റെ ധ്വജാരോഹണ കർമ്മങ്ങൾ കഴിഞ്ഞു. രാജ്യസഭാംഗം സദാനന്ദൻ മാഷായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൊടിക്കൂറ് ഉയർത്തിയത്. ഇതിനോടകം തന്നെ കലാപരിപാടികളും മറ്റും ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമായും ഇപ്പോൾ കേരളത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന രീതിയിലുള്ള കലാപരിപാടികളാണ് ഇപ്പോൾ പല ഭാഗങ്ങളിലായി, അതായത് ഈ ടാൽക്കട്ടോറ സ്റ്റേഡിയത്തിൽ പ്രധാനമായും 3 സ്റ്റേജുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ 2 സ്റ്റേജുകളിൽ നിരന്തരം പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വൈകുന്നേരമാണ് പ്രധാനമായും മോഹൻലാൽ അതേപോലെ തന്നെ ശോഭനയടക്കം പങ്കെടുക്കുന്ന പരിപാടികൾ നടക്കുക. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കളമെഴുത്തും പാട്ടുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ കളമെഴുത്തും പാട്ടും എന്നുള്ളത് ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ്. ആ കലാരൂപത്തെ യുവതലമുറയിലേക്ക്, കുട്ടികളിലേക്കൊക്കെ തന്നെ പകർന്നു നൽകുക, ഒപ്പം തന്നെ ജനങ്ങളെ, ഡൽഹിയിലെ മലയാളികളെ ഇതുമായി ബന്ധപ്പെട്ട് അവബോധരാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഇതേപോലെ തന്നെ സമാനമായ രീതിയിൽ ഇപ്പോഴും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പല കലാരൂപങ്ങളും ഇന്നിപ്പോൾ ഡൽഹിയിൽ ടാൽക്കട്ടോറ സ്റ്റേഡിയത്തിലെ ജനത്തിൻ്റെ ജനോത്സവ വേദിയിൽ ഇപ്പോൾ അരങ്ങേറാൻ പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ വളരെ സമഗ്രമായി തന്നെ നടക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിൽ ഒരു ജനസഞ്ചയം തന്നെ ടാൽക്കട്ടോറ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മോഹൻലാലിനെ കാണുക എന്നതിനപ്പുറത്തേക്ക് ഈ കലയുടെ മഹാകുംഭത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഡൽഹിയിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായൊരു മുഹൂർത്തത്തിനപ്പുറം അവരുടെ ഒരു വലിയ ആഗ്രഹം എന്ന നിലയിൽ കൂടി വേണം അതിനെ വിലയിരുത്തുവാൻ. പ്രത്യേകിച്ച് കുട്ടികളുടെ ഒരു വലിയ കുട്ടികൾ ധാരാളമായി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡൽഹിയിൽ 4 കേരള സ്കൂളുകളുണ്ട്. ആ 4 കേരള സ്കൂളുകളിലെ കുട്ടികൾ ധാരാളമായി ഇവിടേക്ക് എത്തുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഡൽഹി വികാസ്പുരി കേരള സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ ജനത്തിൻ്റെ കലോത്സവ പരിപാടികൾ, ജനോത്സവം 2026 പരിപാടി വീക്ഷിക്കുവാൻ വേണ്ടി കുട്ടികൾ എത്തി നിൽക്കുന്നു. അതേപോലെ തന്നെ അവർക്കൊപ്പം അധ്യാപകരുണ്ട്. ഇങ്ങനെ വിവിധ സംഘടനകൾ, അതേപോലെ തന്നെ വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ, ഡൽഹിയിൽ നിന്ന് മാത്രമല്ല പുറത്ത് പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ഉള്ള മലയാളികൾ ഈ കലാവിരുന്ന്, ഈ കലാവിസ്മയം ആസ്വദിക്കുവാൻ വേണ്ടി ഡൽഹിയിലേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ മോഹൻലാൽ, അതേപോലെ തന്നെ ശോഭന, ജയറാം എന്നീ പ്രമുഖർ അണിനിരക്കുന്നു. ഇതിനൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ കലാകാരന്മാർ, ആശാ ശരത്ത്, അതേപോലെ തന്നെ ലക്ഷ്മി ഗോപാലസ്വാമി അടക്കമുള്ള കലാകാരികളൊക്കെ തന്നെ മാറ്റുരയ്ക്കുന്നു ഡൽഹിയിൽ എന്നുള്ളതാണ് പ്രത്യേകത. വിദ്യാർത്ഥികൾ, മാഡം നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ്? കേരള സ്കൂൾ വികാസ്പുരി. എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ ഒരു അനുഭവം എങ്ങനെയുണ്ട്? അനുഭവം സർ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ടിൽ നൗ ദേ ഹാവ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. സോ ദേ ആർ ലുക്കിംഗ് ഫോർവേഡ് ടു മോർ എക്സ്പീരിയൻസ്. പല കലാപരിപാടികൾ പലതും ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ കളമെഴുത്തും പാട്ടുമൊക്കെ തന്നെ അവർ ഇതുമായി ബന്ധപ്പെട്ട് അതിലെ കലാകാരന്മാരുമായൊക്കെ തന്നെ ചോദിച്ചറിയുകയാണ്. എന്താണ് കളമെഴുത്തും പാട്ടും, അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷത എന്താണ് അതിൻ്റെ ഐതിഹ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ചോദിച്ച് അവർക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. അതായത് വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് അന്യനാട്ടിൽ കേരളം വിട്ട് മറ്റ് നാടുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കളമെഴുത്തും പാട്ടും സർപ്പം പാട്ടും എന്നുള്ളൊക്കെ അന്യം നിന്നുപോയൊരു കലാരൂപമായാണ് അവർ കാണുന്നത്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ തന്നെ ആദ്യമായി ആയിരിക്കും അവർ ഇത്തരമൊരു ഉത്സവം കാണുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മോനെ സ്കൂളിൽ നിന്നോ? കേരള സ്കൂൾ. എങ്ങനെയുണ്ട് ഈ പരിപാടി കണ്ടിട്ട്? എങ്ങനെയുണ്ട്? നല്ലതാണ്. എന്താ ഇപ്പോൾ നിലവിൽ എന്ത് പരിപാടിയുണ്ട്? ഇപ്പം പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. ഈ കളമെഴുത്തും പാട്ടും കണ്ടോ? ഇല്ല, ഇപ്പോൾ കണ്ടില്ല. ഇപ്പോൾ അതാണ് കളമെഴുത്തും പാട്ടും. നോക്കിയില്ലേ? പോയി ഇല്ല, നോക്കിയില്ല. ഇപ്പോൾ വന്നതേ ഉള്ളൂ.
ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? ആ അതെ, വിദ്യാർത്ഥികൾക്ക് ഇനി കാണാൻ നിരവധി കലാരൂപങ്ങൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ അണിയറയിൽ. കഥകളി, അതേപോലെ തന്നെ കുച്ചിപ്പുടി, തെയ്യം, അതേപോലെ തന്നെ തിറ, ഒപ്പം തന്നെ കണ്ണൂരിൻ്റെ കലാരൂപങ്ങൾ, ഓരോ പ്രാദേശികമായ കലാരൂപങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും സവിശേഷമായി കാണേണ്ടത്. അതായത് പ്രശസ്തരായിട്ടുള്ള നടീനടന്മാർക്ക് മാത്രമല്ല ഇവിടെ അവസരം നൽകിയിട്ടുള്ളത്, മറിച്ച് എല്ലാ കലാരൂപങ്ങളും അവതരിപ്പിക്കുവാൻ, ഡൽഹിയിലുള്ള കലാകാരന്മാർക്ക് കൂടി അവതരിപ്പിക്കുവാൻ വേണ്ടിയുള്ള അവസരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു വേദി മാത്രമാണ്. ഇതിന് പിന്നിൽ മറ്റൊരു വേദിയുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഏതാണ്ട് 2000 ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വേദി കൂടി സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ 3 വേദികളിലായി നിരന്തരം പരിപാടികൾ ഇങ്ങനെ ഒരു ബ്രേക്കില്ലാതെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കലാരൂപങ്ങൾ, അതായത് പഞ്ചാരി മേളമൊക്കെ തന്നെ കുട്ടികളെ പരിചയപ്പെടുത്തുന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പഞ്ചാരി മേളം അതിലുപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളൊക്കെ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുകയാണ്. അതിനുവേണ്ടിയുള്ള കലാരൂപങ്ങളാണ്. വർക്ക്ഷോപ്പുകൾ ധാരാളമായി നടക്കുന്നു. അതായത് ഈ കലാരൂപങ്ങൾ ആസ്വദിച്ച് മടങ്ങുക എന്നതിനപ്പുറത്തേക്ക് എന്താണ് ഈ കലാരൂപം, അതിൻ്റെ പിന്നാമ്പുറം എങ്ങനെയാണ് കഥകളിയിലൊക്കെ ഇവർ വേഷമിടുന്നത്, എന്താണ് ഈ വേഷങ്ങളുടെ പിന്നിൽ, ഇതൊക്കെ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ വിദ്യാർത്ഥികൾക്കുള്ള, അല്ലെങ്കിൽ ഈ ഡൽഹിയിൽ താമസിക്കുന്ന മലയാളികൾക്ക് ഒരു വലിയ അവസരം തന്നെ നൽകുകയാണ്. യഥാർത്ഥത്തിൽ ചരിത്രമാണ് ഇവിടെ രചിച്ചുകൊണ്ടിരിക്കുന്നത്, ചരിത്രം എഴുതുകയാണ്. ചരിത്രത്തിൻ്റെ ലിപികളിൽ, തങ്കലിപികളാൽ കൊത്തിവെക്കേണ്ട ദിനങ്ങളാണിത്. മറ്റ് ഒരു ചാനലും ഒരു മീഡിയയും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച് കാണത്തില്ല. മാത്രമല്ല, മീഡിയ എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു സംഘടനയും ഒന്നും തന്നെ ഇത്തരത്തിൽ ഡൽഹിയിൽ ഇങ്ങനെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ സാംസ്കാരിക ഉത്സവം സംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് മുൻകൈയെടുത്തത് ജനം TV ആണ്. ആ പരിപാടികൾ ഓരോന്നായി നടക്കുന്നു. വൈകുന്നേരം 6 മണിയോടുകൂടി തന്നെ മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ കലാവിരുന്നുണ്ടാകും. ഒപ്പം തന്നെ ശോഭനയുടെ ഡാൻസ് ഉണ്ടാകും. ജയറാമിൻ്റെ പഞ്ചാരി മേളമുണ്ടാകും. അവിടെ വടക്കുന്നാഥൻ്റെ ഗോപുരം ഇവിടെ കൃത്യമായി പണിതുയർത്തിയിട്ടുണ്ട്. ആ ഗോപുരത്തിന് മുന്നിൽ നിന്നും ഉണ്ടായിരിക്കും എലഞ്ഞിത്തറ മേളത്തിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള പഞ്ചാരി മേളം ജയറാം കൊട്ടുന്നത്. അങ്ങനെ ജയറാം ചെണ്ടയിൽ കോലിടുമ്പോൾ സ്വാഭാവികമായും ഡൽഹി മലയാളികളുടെ മനസ്സിൽ ആരവമുയരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ അന്തരീക്ഷം തന്നെ വൈകുന്നേരം ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെടുകയാണ്. തൃശ്ശൂർ പൂരം മാത്രമല്ല, എല്ലാ കലാവൈവിധ്യങ്ങളും ഇവിടെ ഒരുമിച്ച് ചേരുകയാണ്. എല്ലാ കലാവൈവിധ്യങ്ങളുടെയും സമ്മേളിക്കുകയാണ് ഈ ടാൽക്കട്ടോറ സ്റ്റേഡിയത്തിൽ, രാജ്യ തലസ്ഥാനത്ത് രാജധാനിയിൽ എന്നുള്ളതാണ് പ്രത്യേകത. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നാളെ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ പരിപാടി, KS ചിത്രയുടെ പരിപാടി, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പരിപാടികളാണ്. മണിരത്നം, അതേപോലെ തന്നെ മലയാള സിനിമയെ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ ഉത്തേജിപ്പിച്ച മഹാനടന്മാരൊക്കെ ഈ വേദിയിലേക്ക് വരികയാണ്. ജനം TVയുടെ ചെയർമാൻ പ്രിയദർശനുണ്ട്. അങ്ങനെ സംവിധായകർ, നടന്മാർ, നടിമാർ, ഒപ്പം തന്നെ വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാർ, അങ്ങനെ കലയുടെ വലിയൊരു മഹാകുംഭമേളയാണ് ഈ രാജധാനിയിൽ ഡൽഹിയിൽ അരങ്ങേറുന്നത്. ഗൗതം. ഓക്കെ നന്ദൻ, എന്തായാലും വലിയ സാംസ്കാരിക ഉത്സവത്തിനാണ് രാജ്യതലസ്ഥാനത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. ജനം TVയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനോത്സവത്തിന് രാവിലെ കൊടിയേറിയിരിക്കുന്നു. രാജ്യസഭാംഗം സദാനന്ദൻ മാസ്റ്ററാണ് കൊടിയേറ്റ് കർമ്മം നടത്തിയത്. വൈകിട്ട് മലയാളികളുടെ മുഴുവൻ അഭിമാനമായിട്ടുള്ള മഹാനടൻ മോഹൻലാൽ ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതിനുശേഷം ശോഭന ഉൾപ്പെടെയുള്ള കലാകാരന്മാരുടെ പൊതുപരിപാടികളും മറ്റും നടക്കുന്നുണ്ട്. ആ സമയത്ത് ഈ വാർത്തകളിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചെത്താം. നന്ദഗോപനാണ് വിവരങ്ങളുമായി ചേർന്നത്.